നമസ്കാരം. കാട്ടാൻ ആക്രമണം തടയാൻ കേരള വനംവകുപ്പ് എന്തു ചെയ്തു? റേഡിയോ കോളറുള്ള ആന വന്നിട്ടും അധികൃതർ അറിഞ്ഞില്ലേ? സാധാരണക്കാരന്റെ ജീവൻ ഇവിടെ വിലയില്ലേ? വയനാട് മാനന്തവാടി പൊരിവെയിലത്ത് പ്രതിഷേധക്കടലാകുമ്പോൾ അവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണിത്. ആനയെ കാടിറക്കിയപ്പോൾ തന്നെ എന്തുകൊണ്ട് വനംവകുപ്പിന് തുരത്താനായില്ല? റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന വീട്ടുമുറ്റത്ത് കയറി അജി എന്ന സാധാരണക്കാരനെ കൊലപ്പെടുത്തിയതുവരെ കാത്തിരിക്കണമായിരുന്നു ഒന്നിടപെടാൻ. വന്യമൃഗങ്ങളെ പേടിച്ച വീട്ടിൽ പോലും കഴിയാനാകാത്ത അവസ്ഥയ്ക്ക് പരിഹാരമെന്ത്? ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. വികാര വിചാരങ്ങളുണ്ട്. ഞങ്ങൾ മനുഷ്യരാ. അത് നിങ്ങൾ വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ആരും തല്ലിക്കൊല്ലല്ല. ഞങ്ങളുടെ ചത്തുപോയത് ഞങ്ങളുടെ കൂടപ്പുറപ്പാ. കാട്ടിക്കാരി മരം മുറിക്കാരെല്ലാം ഞങ്ങളുടെ അടുക്കും എല്ലാം സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴേ അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോഴാണ് ആന വന്ന് ചവിട്ടി. കാട്ടിക്കാരിട്ടാണ് ഓക്കെ സർ, ഒരു കുഴപ്പമില്ല. സാധാ പോലീസുകാരാണല്ലോ കുട്ടമോലെ ഇപ്പോൾ ഉള്ളത്. ആന വന്നിട്ടുണ്ട് ഇവിടെ. ആന വന്ന് പോലീസുകാർ എന്ത് ചെയ്യാൻ പറ്റും? ആളെ കൊണ്ട് നിങ്ങൾ ഇത്രയും ഫോറസ്റ്റുകാരില്ല അവിടെ. ഒറ്റ കളക്ടർ ഇല്ല, ഡിഎംഒ ഇല്ല. കഴിഞ്ഞ ആഴ്ച ആന വന്ന പാറേക്കാലിലെത്തിയ കളക്ടർ 20 മിനിറ്റ്. നിലവിൽ മാനന്തവാടിയിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ രണ്ടാമത്തെ തവണയാണ് മാനന്തവാടിയിലേക്ക് കാട്ടിൽ നിന്ന് മാന വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇത് കൃത്യമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കർണാടകത്തിൽ നിന്നും വരുന്നതാണ്. അതുകൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതിഭീകരമാണ്. ഇന്ന് ആന നാട്ടിലിറങ്ങിയതിനു ശേഷം മിനിറ്റുകൾക്കകം ഒരാളെ കൊലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രാവിലെ അത് അയാളെ ആന ചവിട്ടിക്കൊന്ന ഭാഗത്തേക്ക് ഒരു ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഒരാളും വന്ന് അങ്ങോട്ടേക്ക് നോക്കിയിട്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള, ഞങ്ങൾക്ക് ഇനി ബാക്കിയുള്ളവർക്കാണെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി. വയനാട്ടിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. ഇത് രാവിലെയാണ് ചാലിക്കട്ട പനച്ചിൽ അജി കൊല്ലപ്പെട്ടത്. വീടിന്റെ മതിൽ തകർത്ത ആന മുറ്റത്തു വെച്ചാണ് അജിയെ ആക്രമിച്ചത്. കർണാടക പിടികൂടി റേഡിയോ ഘടിപ്പിച്ച കാട്ടാനയാണ് ആക്രമണം നടത്തിയത്. ബേലൂർ മഗ്ന എന്ന ആനയാണ് ആക്രമിച്ചതെന്ന് തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ നവംബർ 30-ന് ഹാസനിൽ നിന്നാണ് ആനയെ പിടികൂടിയത്. ആ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ 30-ന് ഹാസനിൽ നിന്ന് പിടികൂടിയ ബേലൂർ മഗ്ന എന്ന ആനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി എം ജി മിഥുനുമൊപ്പം വയനാട്ടിൽ നിന്ന് ജിൻസ് തോട്ടുംകരയും ചേരുന്നുണ്ട്. ആദ്യം ജിൻസിലേക്ക്. ജിൻസ്, പ്രതിഷേധ കടലാണ് മാനന്തവാടി. പ്രതിഷേധം അണപൊട്ടുകയാണ്. സാധാരണക്കാരനായ ഒരാളുടെ ജീവനാണിന്ന് പൊലിഞ്ഞത്. എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഈ പൊള്ളുന്ന വെയിലും അണപൊട്ടി പ്രതിഷേധം ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ മൃതദേഹവുമായി തെരുവിലേക്ക് ഇറങ്ങി ഈ മാനന്തവാടി നഗരമധ്യയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്. ആദ്യമേ തന്നെ ഈ DFO അടക്കമുള്ള വനപാലകരും ജില്ലാ കലക്ടറും
മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സ്ഥലത്തെത്തിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം നടത്തിയത്. അതിനുശേഷം ഇതിനെ കൊല്ലണമെന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. എന്തായാലും കൊല്ലുന്നത് വരെ, ഈ കാട്ടാനയെ കൊല്ലുന്നത് വരെ സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. മൃതദേഹവുമായി ഇപ്പോൾ മാനന്തവാടി ഗാന്ധി പാർക്കിലാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിലുള്ളത്. ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കുചേരുന്നുണ്ട്. മാനന്തവാടി ഗാന്ധി പാർക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. ഇവിടെ നിലവിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകുന്നേരം 5 മണി വരെയാണ് ഹർത്താൽ ഉള്ളത്. ഈ വ്യാപാരികളെല്ലാം തന്നെ, കടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിൽ പങ്കാളിയാകുന്നത്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് 104 പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ഡിവിഷനുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം ശക്തമാകുന്ന ഒരു കാഴ്ച കാണുന്നത്. അതേസമയം തന്നെ ഈ അപകടകാരിയായിട്ടുള്ള ഈ കാട്ടാനയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കർണാടകയിൽ നിന്നും റേഡിയോ കോളർ ഘടിപ്പിച്ച വേലൂർ മോഴ ആനയാണ് ഈ മധ്യവയസ്കനെ കൊന്നത്. കഴിഞ്ഞ നവംബർ 30-നായിരുന്നു ഈ കർണാടക അസനിൽ നിന്നും ഈ മോഴയാനയെ പിടികൂടുന്നത്. അതിനുശേഷം റേഡിയോ കോളർ ഘടിപ്പിച്ചു പിടിക്കുകയായിരുന്നു. എന്തായാലും ഒരാഴ്ച മുൻപ് തന്നെ ഈ മോഴയാന ഈ വയനാടിന്റെ അതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് എത്തിയിരുന്നു എന്നുള്ള വിവരം നേരത്തെ ലഭിച്ചിരുന്നു. പക്ഷേ ഇതിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പിനെതിരെ ശക്തമായ ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നത്. ഈ കർണാടക വനംവകുപ്പ് ഘടിപ്പിച്ച റേഡിയോ കോളർ കൃത്യമായി നിരീക്ഷിക്കാനുള്ള ആന്റിനി അടക്കമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ കർണാടക വകുപ്പ് നൽകാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കേരള വനംവകുപ്പ് പറയുന്നത്. പക്ഷെ ഇന്ന് രാവിലെ പുലർച്ചെ 4 മണിയോടെ ഈ ജനവാസ മേഖലയിൽ എത്തിയപ്പോൾ പോലും ജനങ്ങൾക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകാൻ വനംവകുപ്പിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വലിയ ഒരു ദുരന്തത്തിലേക്കാണ്, അതിദാരുണമായ സംഭവത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഒരു മനുഷ്യജീവൻ കൂടി ഒലിഞ്ഞിരിക്കുകയാണ്. ഇതോടെയാണ് വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും നിലവിൽ ഈ ആനയെ മയക്കുവെടി വെക്കാനുള്ള ഒരു ഉത്തരവിലേക്ക് കടന്നിരിക്കുന്നു. ഉടൻ തന്നെ ഇതിന്റെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും ഇതിനെ കൃത്യമായ ഒരു സന്ദർഭം ഒത്തുവെത്താൽ മാത്രമേ ഇതിനെ മയക്കുവെടി വെക്കാൻ കഴിയൂ എന്നുള്ള കാര്യവും നിലവിലുണ്ട്. ഇപ്പോൾ നിലവിൽ ആന ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് വനപാലകർക്ക് സ്പോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? നിലവിൽ നിൽക്കുന്ന സ്ഥലം മനസ്സിലായെങ്കിൽ അത് ജനവാസ മേഖലയാണോ? ഇന്ന് മയക്കുവെടി വെക്കാനുള്ള ഒരു സാധ്യത അതെത്ര മാത്രമുണ്ട്? കുർക്കുമൂല ചാലികതയിലെ ജോൺസന്റെ തോട്ടത്തിലാണ് ഈ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ജനവാസ മേഖലയിൽ തന്നെയാണ് ഈ കാട്ടാനയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ വനത്തിലേക്ക് തുരത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യവും അറിയില്ല. പക്ഷെ തൊട്ടടുത്ത വനം ഉള്ളത് ഇത്തരത്തിൽ ജനവാസ മേഖല ഉള്ളതിനാൽ തന്നെ ഇതിനെ അക്രമം ഇനിയും വീണ്ടും ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭീതിയും കൂടെയുണ്ട്. അതേസമയം തന്നെ ഇതിനെ സാഹചര്യവും സന്ദർഭവും ഒത്തുവന്നാൽ മാത്രമേ മയക്കുവെടി വെക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതിനെ വെടിവെച്ച് കൊല്ലുന്നവരെ, ഈ കാട്ടാനയെ വെടിവെച്ച് കൊല്ലുന്നവരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ ജനങ്ങൾ ഈ വനം വകുപ്പ് വാഗ്ദാനങ്ങൾ നൽകുക മാത്രമാണ്, വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ല. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ ഈ ജനങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വീഴ്ച സംഭവിച്ചതാണ്, വനംവകുപ്പിന് വീഴ്ച സംഭവിച്ചു എന്നാണ് ജനങ്ങൾ പറയുന്നത്. കൃത്യമായി ഇതിനെ ട്രാക്ക് ചെയ്യാൻ പോലും വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും വനംവകുപ്പ് കടക്കുക. നേരത്തെ ഒരാഴ്ച മുൻപായിരുന്നു തണ്ണീർക്കൊമ്പനെ ഈ ജനവാസ മേഖലയിൽ എത്തുകയും ഇത്തരത്തിൽ ഭീതി സൃഷ്ടിക്കുകയും ചെയ്തത്. പക്ഷെ യാതൊരു പ്രകോപനവും ഇല്ലാതെ മറ്റുള്ള ആക്രമിക്കാതെയായിരുന്നു തണ്ണീർക്കൊമ്പൻ കടന്നതെങ്കിൽ ഈ ആന തികച്ചും വ്യത്യസ്തമായിട്ടാണ് വന്ന ഉടനെ തന്നെ മറ്റൊരു ആളെ കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ തണ്ണീർക്കൊമ്പനിൽ നിന്ന് ഏറെ വ്യത്യസ്തനാണ് ഇപ്പോൾ വയനാട്ടിലെത്തിയ ആന. കാരണം തണ്ണീർക്കൊമ്പൻ തീർത്തും ശാന്തനായിരുന്നു. പക്ഷെ ആ ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. ഒരാളുടെ ജീവനെടുത്ത കൊലയാളി ആനയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾ അവിടെ വലിയ ഭീതിയിലായിരിക്കും. എത്രയും പെട്ടെന്ന് ആനയെ മയക്കുവെടി വെച്ച് അവിടെ നിന്ന് മാറ്റുക എന്നത് മാത്രമേ ആളുകൾക്ക് മുന്നിൽ ഒരു സമാധാനത്തിനുള്ള ഒരു വഴിയുള്ളൂ. അത് എത്ര വേഗം സാധ്യമാകുമെന്നുള്ള ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത്, അല്ലേ? തീർച്ചയായും. എന്തായാലും ഇതിനെ എത്രയും പെട്ടെന്ന് ജനവാസ മേഖലയിൽ നിന്നും പിടികൂടുകയോ അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് ഇതിനെ പിടികൂടുകയോ ചെയ്യണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ ജനങ്ങൾ ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ ഈ മാനന്തവാടി സബ് കളക്ടർ ഓഫീസിൽ നിലവിൽ സർവകക്ഷി യോഗം ചേരുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ
DFO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഈ കുടുംബങ്ങൾ അടക്കമുള്ളവർ നിലവിൽ ഈ യോഗത്തിൽ പങ്കുചേരുന്നുണ്ട്. ഈ അജിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ അജിയുടെ കുടുംബം പറയുന്നത് കളക്ടർ വരും എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കുറെ നേരം കാത്തിരുന്നു, അവിടെ സംസാരിച്ചു തീർക്കേണ്ട സാഹചര്യമായിരുന്നു. അതിനുശേഷമാണ് ഈ മൃതദേഹവുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കളക്ടറുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്നാണ് ഈ അജിയുടെ കുടുംബം പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ഈ അജിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 50 ലക്ഷം രൂപ വേണമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അജിയുടെ കുടുംബത്തിന് ഏക അത്താണിയായിരുന്നു അജി എന്ന് പറയുന്നത്. അജിയും ഭാര്യയും അതുപോലെ തന്നെ 2 മക്കളുമുള്ള ഒരു കുടുംബമായിരുന്നു, കർഷക കുടുംബമാണ്. അജി ട്രാക്ടർ ഡ്രൈവർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ അജിയുടെ ഭാര്യയ്ക്ക് സ്ഥിരമായിട്ടുള്ള ജോലി വേണം. ഈ അജിയുടെ കുട്ടികളുടെ പഠനം ഏറ്റെടുക്കണം, അജിയുടെ കടങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യങ്ങളാണ് നിലവിൽ ഈ അജിയുടെ കുടുംബം ഈ സർവകക്ഷി യോഗത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ സർവകക്ഷി യോഗം തുടരുകയാണ്. നിലവിൽ ഈ ആളുകളുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ആളുകളെ അന്വേഷിക്കാനുള്ള ഒരു നീക്കവും നിലവിൽ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ സർവകക്ഷി യോഗം നടക്കുന്ന സബ് കളക്ടർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവും നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സബ് കളക്ടർ ഓഫീസിന് മുന്നിൽ വൻ പ്രതിഷേധമാണ്. ഗേറ്റ് തള്ളി തീർക്കാനുള്ള ഒരു ശ്രമമെല്ലാം നടക്കുന്നുണ്ട്. എന്തായാലും ആളുകൾ വലിയ ഒരു പ്രതിഷേധത്തിലും ആശങ്കയിലും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഭവ്യ ഉള്ളത്. തീർച്ചയായും ജിൻസ് ദയവായി തുടരുക. ഞാൻ MG മിഥുനിലേക്ക് കൂടി പോവുകയാണ്. മിഥുൻ, കഴിഞ്ഞ നവംബർ 30 ഹാസനിൽ നിന്നാണ് ഈ ആനയെ കർണാടക വനവകുപ്പ് പിടികൂടുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്, അല്ലേ? തീർച്ചയായും നവംബർ 30 കഴിഞ്ഞ ആഴ്ചയിൽ ഈ തണ്ണീർക്കൊമ്പൻ എന്ന ആന ഈ വലിയ രീതിയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും പിന്നീട് മയക്കുപിടി വെച്ച് അതിനെ പിടികൂടുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ആ തണ്ണീർക്കൊമ്പനെ പിടികൂടുന്ന ആ സമയത്ത് തന്നെയായിരുന്നു ഈ ബേലൂർ മഗ്ന എന്ന ഈ ആനയും പിടികൂടിയിരുന്നത്. ആ മേഖലയിൽ, അതായത് കർണാടകയിലെ ബേലൂർ മേഖലയിലൊക്കെ തന്നെ സ്ഥിരം ശല്യക്കാരനായിരുന്നു ഈ ആന. കാപ്പിത്തോട്ടങ്ങളിലും ഒപ്പം തന്നെ മറ്റു തോട്ടങ്ങളിലും ഒക്കെ തന്നെ നിരന്തരം കൃഷി നാശം സംഭവിക്കുകയും തുടർന്ന് കർഷകരുടെ നിരന്തരമായിട്ടുള്ള ആവശ്യപ്രകാരമായിരുന്നു കർണാടക വനം വകുപ്പ് ഈ ആനയെ പിടികൂടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം 3 കുങ്കിയാനകളെ എത്തിച്ചാണ് മയക്കുടി വെച്ചാണ് ഈ ബേലൂർ മഗ്ന എന്ന ആനയെ പിടികൂടുന്നത്. അതിനുശേഷമാണ് ബേലൂർ മഗ്ന എന്ന പേര് നൽകുകയും ചെയ്യുന്നത്. ബേലൂർ വെച്ച് പിടിച്ചതുകൊണ്ട് മഗ്ന എന്നാൽ മോഴ എന്നാണ് മലയാളത്തിൽ അർത്ഥം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബേലൂർ മഗ്ന എന്ന പേര് ഈ ആനയ്ക്ക് നൽകുകയും ചെയ്തത്. അതിനുശേഷം കേരള അതിർത്തിക്ക് സമീപത്തേക്ക് ഈ ആനയും ഒപ്പം തന്നെ തണ്ണീർക്കൊമ്പനെയും തുറന്നു വിടുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷം നിരവധി തവണ ഇത് അതിർത്തി മേഖലയിലേക്ക് എത്തിയിരുന്നു എങ്കിൽ പോലും തന്നെ തിരിച്ച് വനത്തിനുള്ളിലേക്ക് തന്നെ കയറി പോവുകയായിരുന്നു എന്നാണ് നമുക്ക് വനം വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ തണ്ണീർക്കൊമ്പൻ കടന്നു വന്ന അതേ വഴിയിലൂടെ തന്നെയാണ് നിലവിൽ ഈ ആനയും കടന്നു വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ 4 ദിവസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 4 ദിവസങ്ങൾ മുമ്പ് ഉത്തരമേഖല CCF കെ ദീപ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നൽകിയിരുന്നു. അതായത് ഈ ബേലൂർ മഗ്ന ഈ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ആ വനമേഖലയിലൂടെ കേരള അതിർത്തിക്കകത്തേക്ക് വയനാട് മേഖലയിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ളൊരു കാര്യം CCF തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം കേരള വനം വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് കേരളത്തിലെ വനം വകുപ്പിനെ അറിയിച്ചിട്ടില്ല എന്നാണ് വനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഒപ്പം തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അത്തരത്തിലുള്ള ഒരു യാതൊരുവിധ മുന്നറിയിപ്പും ഇവർ നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അവിടുത്തെ ജനങ്ങൾ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ഈ ആന വനാതിർത്തിയിലേക്ക് കടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം കൃത്യമായി വനംവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ജനങ്ങളെ അറിയിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ മുൻകരുതൽ എടുക്കാനോ യാതൊരുവിധ നടപടികൾ സ്വീകരിക്കാനോ വനംവകുപ്പ് തയ്യാറായിട്ടില്ല, RRT സംഘം തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു വിമർശനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം തന്നെയാണ് ഈ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ മേലൂർ മഗ്ന സ്ഥിതി ചെയ്യുന്നത് ജനവാസ മേഖലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വനത്തിലേക്ക് തിരികെ പോകാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. ഒരുപക്ഷേ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ അത് വലിയ നാശനഷ്ടത്തിലേക്കും വലിയ ആക്രമണത്തിലേക്കും പോകും. സ്വാഭാവികമായും നമുക്കറിയാം, ഒരാളെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ആന ഈ മേഖലയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങിയാൽ ഒരുപക്ഷേ കൂടുതൽ ആളപായങ്ങൾ ഉണ്ടാകാനും കൂടുതൽ പേർക്ക് പരിക്കുണ്ടാകാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടാകാനുള്ള ഒരു പശ്ചാത്തലം കണക്കിലെടുത്ത്
കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് വനം വകുപ്പ് ഇപ്പോൾ ഈ ഒരു ആനയെ മയക്കുപിടി വെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഇതുവരെയും ഉത്തരവ് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഭവ്യ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, നമുക്ക് മുന്നിൽ തണ്ണീർ കൊമ്പനെ പിടികൂടിയ ആ സമയത്ത് വൈകിട്ടോട് കൂടിയാണ് ഇതിനെ മയക്കുപിടി വെക്കാൻ സാധിക്കുകയും ചെയ്തതിനു ശേഷം കുങ്കിയാനകളെ എത്തിച്ച് ആന മയങ്ങിയതിനു ശേഷം മാത്രമാണ് കുങ്കിയാനകളെ അടുക്കലേക്ക് എത്തിച്ച് പിന്നീട് ലോറിയിലേക്ക് കയറ്റാനുള്ള ശ്രമം നടക്കുകയും ചെയ്തത്. അത് രാത്രി വൈകിയോടുകൂടിയായിരുന്നു ആ ഒരു ശ്രമം സഫലമാവുകയും ചെയ്തു. അതിനുശേഷം ആണ് ആനയെ തിരികെ കൊണ്ടുപോവുകയും ചെയ്തത്. അതാണ് ആനയ്ക്ക് മരണം സംഭവിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു വഴിയൊരുക്കി എന്നുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് കൂടുതൽ ശ്രമകരമായാണ് രാത്രി വൈകിയും ആനയെ ഇത്തരത്തിൽ ലോറിയെ കയറ്റാനുള്ള ഒരു തീരുമാനമെടുത്തതിനെ തുടർന്നാണ് ആനയ്ക്ക് ജീവഹാനി സംഭവിച്ചതെന്നുള്ള ഒരു വിവരം പിന്നീട് കർണാടക വനം വകുപ്പ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങളും ലഭ്യമാവുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് കേരള വനം വകുപ്പിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചാൽ തന്നെയും നിലവിൽ ഇപ്പോൾ 2:15 മണിയായി. ഇനി ഈ ഉത്തരവ് വന്നതിന് ശേഷം കുങ്കിയാനകളെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ പ്രദേശത്തേക്ക് കുങ്കിയാനകളെ ഇതുവരെയും എത്തിച്ചില്ല. ഒരുപക്ഷെ വൈകിട്ടോട് കൂടിയായിരിക്കും ഇവർ എത്തുന്നതെങ്കിൽ പോലും തന്നെ വലിയ വെല്ലുവിളി തന്നെയായിരിക്കും ഈ ആനയെ മയക്കുപിടിയെ വെക്കുക എന്നുള്ള ഒരു ദൗത്യ സംഘത്തിന് മുന്നിൽ ഉണ്ടാകുക. ഒപ്പം തന്നെ രാത്രി വൈകി എന്തായാലും ആനയെ കഴിഞ്ഞ തവണ തണ്ണീർക്കൊമ്പനെ കയറ്റിയതുപോലെ തിരികെ ഈ ഒരു മയക്കുപിടി വെച്ച് ആ ദൗത്യം ആക്കിയതിനു ശേഷം ലോറിയിലേക്ക് കയറ്റാൻ കുങ്കിയാനകളെ ഉപയോഗിച്ച് കയറ്റാനുള്ള ശ്രമം ഇത്തവണ നിർണായകമാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും പക്ഷേ അജി എന്ന ഈ സാധാരണക്കാരന്റെ മരണത്തിൽ ഒരു വലിയ പങ്ക് വനം വകുപ്പിനുണ്ട്. അക്കാര്യത്തിലും തർക്കമില്ല. അവർ ആ മരണത്തിന് വനം വകുപ്പ് മറുപടി പറഞ്ഞേ മതിയാകൂ. അത് മാത്രമല്ല, ചെയ്യേണ്ടത് കൃത്യമായി ചെയ്തിട്ടുണ്ട് വനം വകുപ്പ്. പക്ഷെ അതൊന്നും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല എന്ന് വനം മന്ത്രി പറയുന്ന സാഹചര്യം, വനം മന്ത്രി വിലപിക്കുന്ന സാഹചര്യം അതേ തരത്തിൽ കാണാൻ സാധിക്കും. മിഥുൻ, ഭവ്യ, അതായത് ഈ ജനങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കാലാകാലങ്ങളായി ഇത്തരത്തിലൊരു സ്ഥായിയായ പരിഹാരം വേണം. വീട്ടിൽ കിടന്നുറങ്ങാൻ, അതായത് പേടിയോടെ അല്ലാതെ വീട്ടിൽ കിടന്നുറങ്ങാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഒരുക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ അതിനുള്ള ഒരു പരിഹാരം കാണാൻ ഇതുവരെയും വനംവകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വിമർശനമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇന്ന് വനമന്ത്രി പറഞ്ഞത് നിരവധി പരിഹാരങ്ങൾ കണ്ടതാണ്. പക്ഷേ അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് വനമന്ത്രി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് ഈ ഒരു വനമന്ത്രി തന്നെ നിയമസഭയിൽ രേഖാമൂലം അറിയിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതായത് 2016 മുതൽ 2023 വരെയുള്ള ഈ വന്യജീവി ആക്രമണങ്ങളുടെ എണ്ണവും ഒപ്പം തന്നെ ജീവഹാനി സംഭവിച്ചവരുടെ എണ്ണവും പരിക്കേറ്റവരുടെ എണ്ണവും അതിൽ എത്രത്തോളം കൃഷിനാശം സംഭവിച്ചിട്ട് തുടങ്ങിയുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത്. 2016 ഏകദേശം 6262 വന്യജീവി ആക്രമണങ്ങൾ വയനാട് കേന്ദ്രീകരിച്ചുണ്ടായിട്ടുണ്ട്. അതിൽ സംസ്ഥാനത്തുടനീളം ഉണ്ടായിട്ടുണ്ട്. അതിൽ 142 പേർക്ക് ജീവഹാനി സംഭവിച്ചു, 712 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, 315 ലക്ഷം ഏകദേശം 3,15,00,000 രൂപയുടെ കൃഷിനാശം ആ 2016 വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. 2017 ഇതിന്റെ വന്യജീവി ആക്രമണം കൂടുന്നതാണ് കാണാൻ സാധിച്ചത്. 7141 കേസുകളായി വർദ്ധിക്കുന്നു. 110 പേരുടെ മരണത്തിനത് ഇടയാക്കുകയും 851 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അന്ന് 7,71,00,000 രൂപയുടെ നാശനഷ്ടം കൃഷിയുമായി ബന്ധപ്പെട്ട കണക്കാക്കപ്പെടുകയും ചെയ്തു. 2018 വരുമ്പോൾ അത് 7,631 കേസുകൾ വർദ്ധിക്കുന്നു. 134 പേർക്ക് ജീവഹാനി സംഭവിക്കുന്നു, 803 പേർക്ക് പരിക്കേൽക്കുന്നു, 4,08,00,000 രൂപയോളം നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നു. 2019 6,417 കേസുകൾ, 100 പേർക്ക് ജീവഹാനി സംഭവിക്കുന്നു, 789 പേർക്ക് പരിക്കേൽക്കുന്നു, 3,57,00,000 രൂപ നഷ്ടം ഉണ്ടായിരിക്കുന്നു. 2020 വരുമ്പോൾ 7,203. അന്ന് നമുക്കറിയാം ഈ കോവിഡ് പിടിച്ചുലക്കിയ ഒരു കാലഘട്ടത്തിൽ കൂടി ആയിരുന്നു എങ്കിൽ പോലും തന്നെ വലിയ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. 7,203 കേസുകളാണ് 2020. 2021 8,170 കേസുകൾ. 2022 വരുമ്പോൾ 7,515 കേസുകൾ. 2023 വരുമ്പോൾ 5,500 കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഈ മരിച്ചവരുടെ എണ്ണം നമ്മൾ നോക്കുമ്പോൾ ഓവറോൾ നോക്കുമ്പോൾ 2016 മുതൽ 2023 വരെ 909 പേർക്ക് ജീവഹാനി സംഭവിച്ചിരിക്കുന്നു. 7,492 പേർക്ക്
ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഏകദേശം 68,43,00,000 രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വനം വകുപ്പ് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നത്. അത്തരത്തിൽ വയനാട്ടിൽ മാത്രം നോക്കുമ്പോൾ ഏകദേശം 160ഓളം പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. കൂടുതൽ പേർക്ക് പരിക്കേൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്നുകൂടി ഒരാൾക്ക് മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയ്ക്ക് ഇനി തയ്യാറല്ല. ഒരു സ്ഥായിയായിട്ടുള്ളൊരു പരിഹാരമുണ്ടെങ്കിൽ മാത്രമേ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകൂ എന്ന് തന്നെയാണ് നാട്ടുകാർ ഇതിനോടകം പറയുന്നത്. ഭവ്യ, തീർച്ചയായും ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി ജിൻസ് തോട്ടുങ്കരയിലേക്ക് കൂടി പോവുകയാണ്. ജിൻസ്, ആദ്യം എന്താണ് നിലവിൽ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയണം. അതോടൊപ്പം തന്നെ ചോദിച്ചുകൊള്ളട്ടെ, പ്രധാനമായും ഈ സംഭവത്തെക്കുറിച്ച് വനമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ദാരുണമായ സംഭവം. ഇത് ദാരുണമാണ് എന്നുള്ളത് ശ്രീ വനമന്ത്രി പറയേണ്ട കാര്യമില്ല. അത്രമാത്രം ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ആനയെ നിരീക്ഷിക്കാൻ ഒരു ഡ്രോൺ ഉണ്ടായിരുന്നു. ആ ഡ്രോൺ എവിടെയെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെയാണ്, അത് അടുത്ത വീട്ടിൽ ചാർജ് ചെയ്യാൻ വെച്ചതാണെന്ന്. ഇന്നത്തെ ദിവസം അവിടുത്തെ ആളുകൾ ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് വനം വകുപ്പ്, വനം അധികൃതർ മറുപടി പറഞ്ഞേ മതിയാകൂ. ഈ കാട്ടാനയെ തുരത്താൻ എന്തു ചെയ്തു അധികൃതർ എന്ന്? തീർച്ചയായും ഭവ്യ, തുടക്കം മുതലേ തന്നെ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു അലംഭാവം ഉണ്ടായി എന്ന് തന്നെ വേണം പറയാൻ. ഈ സംഭവം നടന്നിട്ട് പോലും നടക്കുന്നതിന് മുൻപ് തന്നെ പുലർച്ചെ 4 മണിക്ക് തന്നെ ഈ ജനവാസ മേഖലയിൽ കാട്ടാന എത്തിയപ്പോൾ പോലും ജനങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ വനം വകുപ്പിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ സംഭവം നടക്കുമ്പോൾ ഉന്നതപ്പെട്ട ഉദ്യോഗസ്ഥർ, DFO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരോ ജില്ലാ കളക്ടറോ ഈ സ്ഥലത്തെത്തിയില്ല എന്നുള്ള ഒരു ആരോപണമുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഈ മൃതദേഹം മാനന്തവാടി ഗാന്ധി പാർക്കിലേക്ക് എത്തിച്ച് പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരം ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം കണക്കാൻ ഒരു കാരണമാകുന്നത് എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും നിലവിൽ ഈ ആന നിലവിലുള്ളത് ഈ കുറുക്കമൂല പ്രദേശത്ത് തന്നെയാണ്. ആനയെ നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും ഇതേ സമയം തന്നെയാണ് മാനന്തവാടി സബ് കളക്ടർ ഓഫീസിൽ സർവകക്ഷി യോഗം ചേരുന്നത്. അജിയുടെ കുടുംബം നിലവിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തിന്റെ ഏക അത്താണിയായിട്ടുള്ള അജി മരണപ്പെട്ടതിൽ 50 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം വേണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അജിയുടെ ഭാര്യയ്ക്ക് സ്ഥിരമായ ജോലി നൽകണമെന്നുള്ള ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ CCF പറയുന്നത്, ഉത്തരമേഖല CCF ഈ യോഗത്തിലുണ്ട്. ആനയെ തുരത്താൻ കുറെ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്തായാലും ഇതിനെ മയക്കുവെടി വെച്ച ശേഷം മുത്തങ്ങയിലെ ആന ക്യാമ്പിലേക്ക് മാറ്റും എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഇതിന് നഷ്ടപരിഹാരമായി ആദ്യ ഗഡു 5 ലക്ഷം രൂപ തിങ്കളാഴ്ച തന്നെ നൽകും എന്നും CCF പറയുകയുണ്ടായി. എന്തായാലും നിലവിൽ ഈ കുടുംബങ്ങൾ ഉന്നയിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സ്ഥിരമായി ജോലി നൽകാനുള്ള അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥിരം ജോലി നൽകാൻ എന്ന കാര്യത്തിൽ സർക്കാർ തലത്തിൽ തീരുമാനം എടുക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്തായാലും ഈ CCFന്റെ മറുപടിയിൽ വലിയ രോഷാകുലരായി ഈ യോഗത്തിൽ കയ്യേറ്റമുണ്ടാകുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ നിലവിൽ കൂടുതൽ പോലീസുകാർ എത്തിയിട്ടുണ്ട്. ഈ യോഗത്തിൽ വലിയ കയ്യേറ്റം നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇതിനെ മയക്കുവെടി വെക്കാൻ ഇത്രയും നേരമായിട്ടും ഉത്തരവ് ലഭിക്കാത്തതിൽ വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തണ്ണീർക്കൊമ്പന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഏറെ വൈകിയായിരുന്നു ഉത്തരവ് ലഭിച്ചത്. അതിനുശേഷം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലായിരുന്നു ഇതിനെ മയക്കുവെടി വെക്കുകയും മറ്റ് രാത്രിയോടെ 10:00 ഇതിനെ കർണാടകയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. പക്ഷേ ഇത്തരത്തിൽ നേരം വെളുത്തു കഴിഞ്ഞാൽ ഇതിനെ മയക്കുവെടി വെക്കുന്ന അടക്കമുള്ള ദൗത്യ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഈ നടപടികൾ, ഉത്തരവുകളൊക്കെ വൈകുന്നത് അവിടുത്തെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവൻ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അത്രമാത്രം ഭീതിയിലാണ് അവിടുത്തെ ആളുകൾ. വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ജിൻസ്, ഈ വനമന്ത്രി സ്ഥലത്തെത്തണമെന്നുള്ളൊരു ആവശ്യമൊക്കെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് പ്രതിഷേധത്തിനിടയിൽ. അതിന് സാധ്യത ഇത്രമാത്രമുണ്ട്. അതോടൊപ്പം തന്നെ എന്താവശ്യം അംഗീകരിച്ചാൽ ഈ സമരം അവസാനിപ്പിക്കും, പ്രതിഷേധം അവസാനിക്കും എന്നാണ് നാട്ടുകാർ പറയുന്നത്? നിലവിൽ ഈ അജീഷിനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ കൊല്ലണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ ഉറച്ചു നിൽക്കുന്നത്. കൊല്ലാത്ത പക്ഷം ഈ സമരവുമായി മുന്നോട്ട് പോകും തന്നെയാണ് നിലവിൽ ഈ നാട്ടുകാർ പറയുന്നത്. മൃതദേഹവുമായി നിലവിൽ ഈ മാനന്തവാടി ഗാന്ധി പാർക്കിൽ തന്നെയാണ് ഈ സമരവുമായി നാട്ടുകാർ ഇപ്പോൾ ഈ സമരം നടത്തുന്നത്. ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ സമരത്തിന് എത്തുന്നുണ്ട്. എന്തായാലും സമരം ശക്തമാകുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇതിനെ പിടികൂടണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഈ വനം വകുപ്പും ഉള്ളത്.
ഉള്ളത്. അതേസമയം തന്നെ ഇതിനെ ഉത്തരവ് ലഭിക്കേണ്ടതുണ്ട്. ഇതിന് ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ ഇതിനെ മയക്കുവെടി വെക്കാവുന്ന അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് നിലവിൽ കടക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ സർവകക്ഷി യോഗം പുരോഗമിക്കുകയാണ്. അതിനിടയിൽ പ്രതിഷേധം ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് നിലവിലുള്ളത്. ഈ മേഖലയിൽ തന്നെ ഈ മാനന്തവാടിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 മണി വരെയാണ് ഹർത്താൽ ഉള്ളത്. അതേസമയം തന്നെ ഈ മാനന്തവാടി നഗരസഭയിലെ 4 ഡിവിഷനുകളിൽ 104 നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ഈ അക്രമം നടന്ന ശേഷമായിരുന്നു ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. വനംവകുപ്പ് മന്ത്രി എത്രയും പെട്ടെന്ന് ഈ മേഖലയിൽ ഈ പ്രദേശത്ത് എത്തി കാര്യങ്ങൾ നിയന്ത്രിക്കണമെന്നുള്ള കാര്യവും നേരത്തെ പറയുന്നുണ്ട്. എന്തായാലും വനം വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുമ്പോഴും വനം വകുപ്പ് മന്ത്രിക്കെതിരെയും വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 9-ന് ഈ വാഗേരിയിലെ ക്ഷീരകർഷകനായിട്ടുള്ള പ്രജീഷ് കൊല്ലപ്പെട്ടപ്പോൾ പോലും നിലവിൽ ഈ വനം വകുപ്പ് മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രൻ ഇവിടെ എത്തുകയോ കുടുംബത്തെ ആശ്വസിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം 3ഓളം വന്യമൃഗ ആക്രമണത്താൽ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ പോലും ഈ വയനാടിനെ സന്ദർശിക്കുകയോ ഇത്തരത്തിൽ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയോ ചെയ്യാത്ത ഒരു സാഹചര്യം നിലവിൽ മന്ത്രിക്ക് നേരെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വനം വകുപ്പ് മന്ത്രി ഉടനെ തന്നെ ഈ പ്രദേശത്ത് എത്തണമെന്നുള്ള ആവശ്യവും ഉറയ്ക്കുന്നുണ്ട്. ഭവ്യ, തീർച്ചയായും എന്തായാലും വലിയ ദാരുണമായ സംഭവമാണ് ഇന്ന് രാവിലെ വയനാട്ടിൽ മാനന്തവാടിയിൽ ഉണ്ടായിരിക്കുന്നത്. വീട്ടിൽ കയറി ഗൃഹനാഥനെ ആന കൊലപ്പെടുത്തിയിരിക്കുന്നു. മൃതദേഹവുമായി നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. വയനാട് കാട്ടാന പേടിയിലാണെന്ന് തന്നെ പറയാം. ഉടൻ തന്നെ ഒരു ഉത്തരവ്, മയക്കുവെടിയുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങുകയും ആനയെ പ്രദേശത്ത് നിന്ന് മാറ്റുകയും വേണ്ടത് അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വലിയ അനിവാര്യമാണ്. എന്തായാലും വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ജിൻസ് തോട്ടങ്കര മുഖം MG മിഥുനുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.